करा சொல்லிட்டா சார். സമയം രാത്രി 9 മണിയോടടുക്കുന്നു. കവലയിലെ കടകളിൽ പലതും പൂട്ടിത്തുടങ്ങി. അടിവാരം ആയതിനാൽ ബസ് സർവീസ് 9:30 അവസാനിക്കുമായിരുന്നു. കവല കഴിഞ്ഞാൽ പിന്നീടങ്ങോട്ട് തേയിലത്തോട്ടങ്ങളും വനപ്രദേശവുമായിരുന്നു. ഇടിഞ്ഞു വീഴാറായ ബസ് സ്റ്റോപ്പിൽ കയ്യിലൊരു ബാഗുമായി ഏകയായി ഇരിക്കുന്ന ഒരു പെൺകുട്ടി. അവൾ ആരെയോ കാത്തിരിക്കുകയാണ് എന്നത് അവളുടെ ശരീരഭാഷയിൽ നിന്നും വ്യക്തമാണ്. അടുത്തേക്ക് നടന്നു വരുന്ന മധ്യവയസ്കനായ ഒരാളെ കണ്ട് അവൾ തലയുയർത്തി നോക്കി. അയാളുടെ മുഖം വ്യക്തമായതും അവൾ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. മുടിയിഴകൾ മുഖത്തേക്ക് വീണിരുന്നതിനാൽ അവളുടെ മുഖം വ്യക്തമല്ലായിരുന്നു. എങ്കിലും അയാൾ അവളെ തിരിച്ചറിഞ്ഞു. എന്താ മോളെ ഇവിടെ ഇരിക്കുന്നത്? അമ്മ വന്നില്ലേ കൂട്ടിക്കൊണ്ടുപോകാൻ? അയാൾ ചോദിച്ചു. ഇല്ല വർഗീസേട്ടാ, അമ്മയെ കാത്തു തന്നെയാ ഞാനിരിക്കുന്നത്. സ്റ്റേഷനിൽ നിന്ന് ഒരു ഫ്രണ്ടാണ് ഇവിടെ വരെ എത്തിച്ചത്. അമ്മയോട് ലാസ്റ്റ് ബസ്സിൽ വരുമെന്നാ പറഞ്ഞിരുന്നത്. അതുകൊണ്ടാവും വൈകുന്നത്. ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, അവൾ മറുപടി പറഞ്ഞു. ജീൻസും ടോപ്പുമാണ് അവളുടെ വേഷം. കയ്യിൽ ഒരു വലിയ ബാഗുണ്ട്. ബാംഗ്ലൂരിൽ നഴ്സിംഗിന് പഠിക്കുകയാണ്. 3-4 മാസത്തിലൊരിക്കലാണ് അവൾ വീട്ടിലേക്ക് വരുന്നത്. അയാളുടെ വീട് കഴിഞ്ഞ് കുറച്ചു ദൂരം മാത്രമേ അവളുടെ വീട്ടിലേക്കുള്ളൂ. അധികം വീടുകളൊന്നും ഇല്ലാത്ത ഒരു തോട്ടം എസ്റ്റേറ്റ് ആയിരുന്നു അത്. എസ്റ്റേറ്റിലെ തൊഴിലാളികളായിരുന്നു അവളുടെ അമ്മയും അയാളുമൊക്കെ. ബസ് സ്റ്റോപ്പിൽ നിന്നും തോട്ടത്തിനുള്ളിലൂടെ കുറച്ച് നടന്നു വേണം അവരുടെ വീട്ടിലെത്താനായിട്ട്. രാത്രിയായാൽ ആ വഴിക്ക് ആൾസഞ്ചാരം നന്നേ കുറവാണ്. പലർക്കും ഭയമായിരുന്നു രാത്രി ആ വഴിക്കിറങ്ങി നടക്കാൻ എന്നതാണ് സത്യം. കല്ലും മണ്ണും നിറഞ്ഞ വഴിയരികിൽ മറയില്ലാത്ത ഒരു പൊട്ടക്കിണറുണ്ട്. ആ പൊട്ടക്കിണറ്റിൽ പണ്ടെങ്ങും ഒരു സ്ത്രീയെ ആരോ കഴുത്ത് ഞെരിച്ച് കൊന്ന് താഴ്ത്തിയിട്ടുണ്ടെന്നും ആ സ്ത്രീയുടെ ആത്മാവ് ആ കിണറ്റിൽ തന്നെ ഉണ്ടെന്നുമായിരുന്നു അവിടുത്തെ ജനങ്ങളുടെ വിശ്വാസം. പലരും രാത്രിയിൽ അവിടെ ഒരു സ്ത്രീയുടെ രൂപം കണ്ടു ഭയന്നിട്ടുണ്ടത്രേ. അമ്മ പറഞ്ഞു തന്ന കഥകൾ കേട്ട് അവൾക്കും ആ വഴിക്ക് പകൽ നടക്കാൻ തന്നെ ഭയമായിരുന്നു. അയാളുടെ വീട് കഴിഞ്ഞ് അവളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കായിരുന്നു ആ പൊട്ടക്കിണർ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ മോളെ? നേരം ഒരുപാടായില്ലേ? ഇനി ഇവിടെ ഇരിക്കുന്നതും ശരിയല്ല കേട്ടോ. മോളെന്റെ കൂടെ പോരെ, വീട്ടിലാക്കി തരാം. അത് കേട്ടതും അവൾക്ക് സന്തോഷമായി. ശരി ചേട്ടാ, അമ്മയെ കാത്തു നിന്ന വൈകത്തേയുള്ളൂ. പേടിക്കണ്ട, ഞാനില്ലേ മോളെ, വരൂ. അവൾക്ക് അയാൾ ധൈര്യം കൊടുത്തു. അവർ റോഡിന്റെ ഒരു വശം ചേർന്ന് നടക്കാൻ തുടങ്ങി. കുറച്ച് മുന്നോട്ട് പോയതിനു ശേഷം അവർ മണ്ണിട്ട ഇടവഴിയിലേക്ക് ഇറങ്ങി. ആ വഴിയിലെ അവസാനത്തെ വഴിവിളക്ക് കഴിഞ്ഞതും ഇരുട്ടിന് കനം കൂടാൻ തുടങ്ങി. അയാൾ കയ്യിലിരുന്ന ടോർച്ച് തെളിച്ചു. ടോർച്ചിന് വെട്ടം ഇച്ചിരി കുറവാ മോളെ, എന്നാലും വഴി കാണാം. മോൾ എന്റെ പിന്നിൽ നടന്നോളൂ, വല്ല ഇഴജന്തുക്കളും കാണും, അയാൾ പറഞ്ഞു. അയാൾ പറഞ്ഞതുപോലെ അവൾ അനുസരിച്ചു. ചുറ്റും ചീവീടിന്റെ ഒച്ച കനത്തു വന്നു. അകലെ എവിടെയോ കുറുക്കന്മാരുടെ ഓരിയിടൽ കേൾക്കാം. കുറച്ച് നിലാവുള്ളതുകൊണ്ട് ആകാശത്ത് കറുത്തിരണ്ട മേഘങ്ങൾ തെളിഞ്ഞു കാണാമായിരുന്നു. അവരുടെ ചെരുപ്പുകൾ കരിയിലകളിൽ പതിയുന്നതിന്റെ ശബ്ദം വ്യക്തമായിരുന്നു. കേട്ടോ മോളെ, ആൻസിക്കും പ്ലസ് 2 കഴിഞ്ഞാൽ മോളെ പോലെ നഴ്സിംഗ് ചേരണമെന്നാണ് ആഗ്രഹം. അവളുടെ അമ്മായി റോസ്ലി അങ്ങ് ലണ്ടനിലാണല്ലോ. അവളെ ഏതാണ്ടൊക്കെയോ ഇവക്ക് പറഞ്ഞ് പിരി കയറ്റിയിരിക്കുകയാ. അതാ ഇവക്ക് ഇച്ചിരി ഇളക്കം. പക്ഷെ എനിക്ക് അവളെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ലെന്ന് അയാൾ വിഷമത്തോടെ പറഞ്ഞു. അതിനെന്താ ചേട്ടാ, നല്ലതല്ലേ അത്, അവൾ പറഞ്ഞു. നിഷ്കളങ്കമായ അയാളുടെ സംസാരം പണ്ടേ അവൾക്കിഷ്ടമാണ്. ആൻസി എന്ന് വെച്ചാൽ അയാൾക്ക് ജീവനായിരുന്നു എന്നും അവൾക്കറിയാമായിരുന്നു. അതേ മോളെ, ആകെയുള്ള ഒരു കൊച്ചല്ലേ, അവളുടെ ഇഷ്ടം സാധിച്ചു കൊടുത്തൂടെ എന്നാണ് അവളുടെ അമ്മയെ. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ അല്ലേ മോളെ. ഇനി അതിനുള്ള ഫീസിനുള്ള തുക കണ്ടെത്തണം. ആധാറും ആണേൽ പണയത്തിലാണ്. മറ്റെന്തെങ്കിലും വഴി നോക്കണം. എനിക്ക് അവൾ മാത്രമേ ഉള്ളൂ ഒരു പ്രതീക്ഷ. അവൾക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത് തന്നെ. അയാൾ സംസാരം തുടർന്നുകൊണ്ടേയിരുന്നു. എല്ലാം അവൾ മൂളി കേട്ടുകൊണ്ടു. ആകാശത്ത് മിന്നൽ പിണരുകൾ തെളിയുന്നുണ്ടായിരുന്നു അപ്പോൾ. വേഗം നടക്കൂ മോളെ, നല്ല മഴയ്ക്കുള്ള കോളുണ്ടെന്നാ തോന്നുന്നത്. അവർക്ക് ചുറ്റും മരങ്ങൾ മാത്രം. ആരെയും ഭയപ്പെടുത്തുന്ന നിശബ്ദമായിരുന്നു അവിടെ. ടോർച്ചിന്റെ വെട്ടത്തിൽ വഴി മാത്രമേ വ്യക്തമായി കാണാമായിരുന്നുള്ളൂ. അപ്പോഴേക്കും അവർ ഏകദേശം ആ പൊട്ടക്കിണറിന്റെ അടുത്തെത്താറായിരുന്നു. വീണ്ടും മിന്നിയ ആ മിന്നലിൽ ആ കിണർ വ്യക്തമായി തെളിഞ്ഞു. അവളുടെ അനക്കമൊന്നും കേൾക്കാതായതോടെ അയാൾ ഒന്ന് നിന്നു. എന്താ ചേട്ടാ നിന്നത്? നടക്കൂ. ഈ സ്ഥലത്തെത്തുമ്പോൾ എന്നും എനിക്ക് ഭയമാണ്. ചെറുപ്പത്തിലെ ഓരോന്ന് കേൾക്കുന്നതല്ലേ. പെട്ടെന്ന് മനസ്സൊന്ന് പിടഞ്ഞു. അതാണ് ഞാനൊന്നും മിണ്ടാതിരുന്നത്. അയാൾ അവളെ തിരിഞ്ഞു നോക്കി. അവളുടെ മുഖം ശാന്തമായിരുന്നു. കാറ്റത്ത് മുടികൾ മുഖത്തേക്ക് വീണ് കിടന്നിരുന്നത് കണ്ടാൽ ആരും ഒന്ന് ഭയപ്പെടുമായിരുന്നു. എന്നാ മോള് മുന്നേ നടന്നോ, ഞാൻ പുറകെ വരാം. മോൾക്ക് പേടിക്കാതെ നടക്കാലോ. അത് കേട്ടതും അവൾ പെട്ടെന്ന് തന്നെ മുന്നിലേക്ക് നടന്നു. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു വവ്വാൽ അവർക്കിടയിലൂടെ പറന്നു. അതിന്റെ ചിറകടി ശബ്ദം അവളെ ഒന്ന് ഭയപ്പെടുത്തി. കാറ്റിന് ശക്തി കൂടിക്കൊണ്ടിരുന്നു. ചുറ്റും ആരെയും ഭയപ്പെടുത്തുന്ന ഇരുട്ട്. അവൾ മുന്നോട്ട് തന്നെ നടന്നു. ടോർച്ചിന്റെ വെളിച്ചം മാത്രമായിരുന്നു ആകെ ഒരാശ്വാസം. കിണർ കഴിഞ്ഞ് അവൾ അല്പം നടന്നപ്പോഴാണ് കിണറ്റിലേക്ക് കല്ല് വീഴുന്ന പോലെ ഒരു ശബ്ദം പുറകിൽ നിന്ന് കേട്ടത്. കൂടെ ഒരു അലർച്ചയും. അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ടോർച്ചിന്റെ വെളിച്ചം കൂടെ പോയതോടെ അവിടം ആകെ ഇരുട്ടായി. അയാളുടെ ശബ്ദം കേൾക്കാതായപ്പോൾ അവൾ ഉറക്കെ അയാളെ വിളിച്ചു. അവളുടെ ശബ്ദം ഇടറിയിരുന്നു.
മറയില്ലാത്ത കിണറായതിനാൽ വെളിച്ചമില്ലാതെ ആ കിണർ കാണാനാകില്ലായിരുന്നു. അയാൾ കിണറ്റിൽ വീണിട്ടുണ്ടാകുമെന്ന ഭയത്താൽ അവൾ ഉറക്കെ അലറി. കാറ്റിനോടൊപ്പം ഇടിമിന്നൽ ശക്തമായതോടെ അവൾ ശരിക്കും ഭയന്നു. കിണറ്റിൽ നിന്ന് ശക്തമായ അലർച്ച അവൾ കേൾക്കുന്നുണ്ടായിരുന്നു. അത് അയാളുടേതാണെന്ന് അവൾക്ക് മനസ്സിലായി. അവളുടെ കണ്ഠമിടറി. ഒന്ന് ഉറക്കെ ശബ്ദിക്കാൻ പോലും അവൾക്കാവുന്നില്ലായിരുന്നു. അവൾ പതിയെ കിണറ്റിനരികിലേക്ക് നടന്നു. പട്ടികളുടെ ഓരിയിടൽ ശബ്ദം ഉയർന്നു വന്നു. അവൾ ആകെ ഭയന്ന് വിറച്ചിരുന്നു. കിണറ്റിലേക്ക് എത്തി നോക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അവളുടെ പിന്നിൽ നിന്ന് ഒരു കൈ ഉയർന്ന് അവളെ തൊടാനായി വന്നത്. ആ കൈ അവളെ ശക്തമായി പിടിച്ച് പിന്നോട്ട് വലിച്ചു. അവൾ ഭയന്നലറിക്കൊണ്ട് ഞെട്ടിത്തിരിഞ്ഞു നോക്കി. എന്താ മോളെ, എന്തിനാ നീ കിണറ്റിൻകരയിലേക്ക് വന്നത്? നിന്റെ ഫോണിന് എന്തു പറ്റി? എത്ര നേരമായി ഞാൻ വിളിക്കുന്നു? അത് അവളുടെ അമ്മയായിരുന്നു. അമ്മയെ കണ്ടപ്പോൾ അവൾക്ക് കുറച്ച് ആശ്വാസമായെങ്കിലും മുന്നേ നടന്ന സംഭവം അവളെ ഭയത്തിലാക്കിയിരുന്നു. അമ്മേ, നമ്മുടെ വർഗീസേട്ടൻ, വിറയാർന്ന ശബ്ദത്താൽ അവൾ കിണറ്റിൻകരയിലേക്ക് ചൂണ്ടി. അവരും ഞെട്ടലോടെ അവിടേക്ക് നോക്കി. എന്താ മോളെ, എന്തു പറ്റി നിനക്ക്? അവിടെ ആരുമില്ലല്ലോ, വാ വേഗം നമുക്ക് വീട്ടിലേക്ക് പോകാം, അവർ പറഞ്ഞു. അല്ലമ്മേ, അമ്മയെ കാണാണ്ട് വിഷമിച്ചിരുന്ന എന്നെ വർഗീസേട്ടനാണ് ഇവിടം വരെ കൊണ്ടുവന്നത്. പക്ഷേ ചേട്ടൻ കാല് തെറ്റി ആ കിണറ്റിൽ വീണു. ആരെയെങ്കിലും വിളിച്ച് കൊണ്ടുവാമേ, നമുക്ക് ചേട്ടനെ രക്ഷിക്കണം, അവൾ ഭയത്തോടെ പറഞ്ഞു. അത് കേട്ടതും അമ്മ അവളുടെ കയ്യിൽ മുറുക്കെ പിടിച്ച് വലിച്ചു വീട്ടിലേക്ക് നടന്നു. അവളുടെ മുഖം വിയർത്തിരുന്നു. അമ്മേ, കൈവിട്, അവൾ കൈകുടയാൻ ശ്രമിച്ചു. അമ്മ അവളുടെ കൈ മുറുക്കെ തന്നെ പിടിച്ചു. അവളെയും കൊണ്ട് വീട്ടിലേക്ക് ഓടിക്കയറി. ഉടൻ തന്നെ കതകടച്ചു കുറ്റിയിട്ടു. മേശപ്പുറത്തെ ജഗ്ഗിലിരുന്ന വെള്ളത്തിന്റെ പകുതി ഒറ്റ വലിക്ക് കുടിച്ചതിന് ശേഷം അവർ ജഗ് അവൾക്ക് നേരെ നീട്ടി. അവളും ആകെ കിതച്ചിരുന്നു. വെള്ളം വാങ്ങി കുടിക്കുന്നതിനിടെ അവൾ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. ആ മുഖത്തെ പരിഭ്രമം പ്രകടമായിരുന്നു. എന്താ അമ്മേ ഇത്? ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? നമുക്ക് ഇത് പോലീസിൽ അറിയിക്കാം, അതും പറഞ്ഞ് അവൾ ഫോണെടുത്ത് ഡയൽ ചെയ്യാൻ ഒരുങ്ങി. പക്ഷേ അവർ അവളുടെ ഫോൺ പിടിച്ചു വാങ്ങി. വേണ്ട മോളെ, അതിന്റെ ആവശ്യമില്ല, അവർ പറഞ്ഞത് കേട്ട് അവരെ സൂക്ഷിച്ചു നോക്കി. ചേട്ടൻ അവിടെ കിടന്ന് മരിച്ചോട്ടെ എന്നാണോ അമ്മ പറഞ്ഞു വരുന്നത്? അവൾ ആശ്ചര്യത്തോടെ ചോദിച്ചു. അല്ല മോളെ, അങ്ങനെയല്ല, അവർക്ക് മുഴുമിക്കാനാവുമായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ്? എന്തായാലും തെളിച്ചു പറയൂ അമ്മേ, അവൾക്ക് പരിഭ്രമമായി. അവളോട് കാര്യം പറയുകയല്ലാതെ അവർക്കപ്പോൾ വേറെ നിവൃത്തിയില്ലായിരുന്നു. വർഗീസേട്ടൻ 2 ദിവസം മുൻപ് ആത്മഹത്യ ചെയ്തു. ആ കിണറ്റിൽ ചാടിയാണ് മരിച്ചത്. അവർ പറഞ്ഞത് കേട്ട് അവൾ ഞെട്ടലോടെ ചുമരിലേക്ക് ചാരി. അവൾക്കത് വിശ്വസിക്കാനാവുന്നില്ലായിരുന്നു. എന്താ അമ്മ ഈ പറയുന്നത്? അപ്പോൾ ഞാൻ കണ്ടത് ആരെയാണ്? അവളുടെ ശബ്ദമിടറിയിരുന്നു. സത്യമാണ് മോളെ, അമ്മ പറഞ്ഞത്. ആൻസി ആ പുതിയ ബസ്സിലെ കണ്ടക്ടറുടെ കൂടെ ഒരാഴ്ച മുമ്പ് ഒളിച്ചോടിയിരുന്നു. ആ വിഷമം സഹിക്കാനാവാതെയാണ് അയാൾ അത് ചെയ്തത്. പരീക്ഷ ആയതിനാൽ നീ ടെൻഷൻ അടിക്കണ്ടെന്ന് കരുതിയാണ് ഞാനിത് നിന്നോട് മറച്ചു വെച്ചത്. വീട്ടിൽ വന്നിട്ട് പറയാമെന്ന് കരുതിയത്. അത് കേട്ട് തരിച്ചിരിക്കാനേ അവൾക്കാവുമായിരുന്നുള്ളൂ. അവളുടെ മനസ്സിലേക്ക് അയാളുടെ മുഖം ഒരിക്കൽ കൂടി തെളിഞ്ഞു വന്നു. ആ ഭയാനകമായ അനുഭവത്തിൽ നിന്ന് അവൾക്ക് മോചിതയാവാനേ കഴിയുന്നില്ലായിരുന്നു. അപ്പോഴേക്കും പുറത്ത് ശക്തമായ ഇടിവെട്ടോടെ മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു.